മനസ്സ് എല്ലാരതും ഒരുപോലെക്കില്ല അല്ലേ? എല്ലാരും മനസ്സ് ഒരുപോലെക്കില്ല, എപ്പവും ഒരുപോലെ നിൽക്കില്ല, റൈറ്റ്? അത് എന്തിനാ ഒരു അപ്പറ ഇപ്പറ വേവ്സ് അപ്പറ ഇപ്പറ ആയോണ്ടേ നന്റെ ഇന്നത്തെ വിഷയ പിരിസ, അതായത് പെഞ്ഞായിരൊട്ടിಗೆ പിരിസില്ലാത്ത മാപ്പിളരെ മൂന്നാമത്തെ വിഷയമായിട്ടിരിക്കുന്നുണ്ട്. പെഞ്ഞായിമാർ മനസ്സ് ബേജാറായിട്ടിരിക്കുന്ന ടൈം ഇക്കണം. അതേ ചൊന്ന ഫസ്റ്റ് എന്തൊരു ഞങ്ങളുടെ മനസ്സ് എപ്പോഴും സ്റ്റേബിൾ ആയിട്ട് എപ്പം നിൽക്കില്ല, അത് അപ്പറ ഇപ്പറ ആയോണ്ടിരിക്കും. അതേപോലെ ഞങ്ങളെ പെഞ്ഞായിമാർക്കും അങ്ങും മനുഷ്യമേ അല്ലേ, അങ്ങളെ ഉലകത്തിലും ആ ഒരു മനസ്സ് ആവത് ഉണ്ടല്ലേ, റൈറ്റ്? അതും എപ്പം ഒരേ പോലേക്കല്ല, അപ്പറ ഇപ്പറ ആയോണ്ടേക്ക്. അതില് ഈ ബേജാർ ആ ഒരു ടൈമുള്ളൂ പോയിന്റ് അവിടെ ഇരിക്കുന്നത്. ഈ പെഞ്ഞായിമാര് ബേജാറായിട്ടിരിക്കുന്ന ടൈമുള്ളൂ, അല്ലെങ്കിൽ മനസ്സിൽ എപ്പെങ്കിലും ആ പെയിൻ അനുഭവിച്ചുകൊണ്ടുള്ള ആ ഒരു ടൈമുള്ളൂ, അതിലൊന്നും മൈൻഡ് പോലും ആക്കില്ലേ. അതിപ്പോ അവള് ബേജാറിലുള്ള ആള്, അവളൊരു ടെൻഷനിലുള്ള ആളുണ്ട്, അതിലൊരു സീരിയസ്നെസ് പോലും ഇങ്ങില്ല. ഇങ്ങനെ പാടികെ പോണ്ടേ അങ്ങനത്തെ മാപ്പിളമാർ. അത് പെഞ്ഞായിട്ടിಗೆ പിരിಸ ഉള്ളേ ആരെ മാപ്പിളരെ ക്വാളിറ്റി അല്ലത്. അവൾക്കും എന്തിരിക്കറ് ഫാമിലിക്ക്, അവളുടെ ഫാമിലി ചെന്നെങ്കിൽ, അതായത് അവൾക്കും ബ്രദേഴ്സാ സിസ്റ്റേഴ്സാ അങ്ങനെ മക്കക, അല്ലെങ്കിൽ അങ്ങനെ ഫാമിലിയിൽ എന്തെങ്കിലും ബേജാറ് പോലത്തതാ, അല്ലെങ്കിൽ അങ്ങനെ മുട്ടത്തെ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചതാ, അങ്ങനെ ഇങ്ങനെ എല്ലാം മിക്കറ്. കാരണം അങ്ങനെ ലൈഫ് അതേ ഒരു ടൈപ്പിൽ, അതായത് അങ്ങ് അത്രയും മിങ്കിളായിട്ട് ഈ മഞ്ഞിലത്തെ മുന്നോളൂ അത്രയും ഞങ്ങൾക്ക് അറ്റാച്ച് ആയിട്ട് ആ ഒരു ടൈപ്പിലുള്ള ആയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് വന്നര് ഇങ്ങനെ ജീവിതം ആ ഒരു ടൈപ്പിലായിട്ട് അങ്ങനെ ഇടയിലുള്ള റിലേഷനും അതേ ടൈപ്പില്. അനക്ക് എന്തെങ്കിലും സംതിങ് അങ്ങനെ ആ ഫാമിലീസില എന്തെങ്കിലും ആകുമ്പോ ഓൾക്കും എന്തിനാ അവരതിര ബേജാറിക്ക്, അല്ലെങ്കിൽ ഓൾഡ് സിസ്റ്റേഴ്സിന്റെ മക്കക, അല്ലെങ്കിൽ ഓൾഡ് ബ്രദറുടെ മക്കക, അല്ലെങ്കിൽ അങ്ങനെ ഉമ്മ ഹോസ്പിറ്റലില, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആകുമ്പോ ഈ ഒരു ടൈപ്പിൽ ഓൾഡ് ഒരു മനസ്സ് ബേജാറ് ആവായില്ലേ, പെയിനിക്കർ. ആ ഒരു പെയിനിക്കര ടൈമിലു അങ്ങനെ ഒട്ടിಗೆ ഒരു മാപ്പിള അയാള് ഒന്ന് കൂടി കൊടുത്തെങ്കില്, അല്ലെങ്കിൽ മാപ്പിള അയാള് ഒരു ആസ്വദിപ്പിച്ചെങ്കില്, അല്ലെങ്കിൽ ഈ മാപ്പിള അയാള് ഒരു കോള് വിളിച്ചിട്ട് അതിന്റെ വിഷയത്തിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്കൊരു അക്കൗണ്ട് ഇക്കുമ്പോ ഓളുക കിട്ട ഒരു സമാധാന ചെറിയതായിട്ടിക്കുവാ, അത് വലിയ സമാധാനമായിട്ട് ഒക്കെ അല്ലേ. അവിടെ ആ ഒരു ടൈപ്പിൽ മാനേജ് ആക്കാനായ ഒരാള് ഒരു മൈൻഡ് പോലും ഇല്ല, അതിന്റെ വിഷയത്തിൽ ഒരു മൈൻഡ് ആക്കിയിട്ടും ഇല്ലാണ്ടെങ്കില് എത്ര ബേജാറാവും. അതായിട്ടിക്കര് ഇതിന്റെ ഇടയിൽ നണ്ടൊട്ടിಗೆ ഒരു കേസ് ಬಂದಿತ್ತು. അയിമ വന്നിട്ട് ചൊന്നത് എന്തൊരു നന്റെ ഒരു കുടുംബത്തെ നാണ് അത്രയും എന്റെ ബാപ്പക്ക് ഒരു സീരിയസ് ആയിട്ട് എന്ത് ആ ഒരു ടൈപ്പിൽ ഞാൻ അതിന്റെ ബാക്കില് ഞാൻ അപ്പറ ഇപ്പറ ഓടിയോണ്ടും അതാക്കിക്കൊണ്ടിരുന്ന് ആ ഒരു ടൈമിൽ പോലും ഇയാള് നന്റെ ഒരു തിരിഞ്ഞിട്ട് മറിഞ്ഞിട്ട്, അല്ലെങ്കിൽ എന്തിരാക്കര് നെക്സ്റ്റ് എന്തിര്, കാരണം ഇത് നന്റെ മൂത്തെ മോളുടെ മാപ്പിളായിട്ടിക്കര് വലിയ മർമോണായിട്ടിക്കര അയാളുടെ, എന്നിട്ട് പോലും ഒരു എന്തിരില്ല, ഒരു സീരിയസ് ഇല്ലാത്ത പോലെ, ഒരു മൈൻഡ് ആക്കാത്ത പോലെ നക്ക് അപ്പമേ മനസ്സ് കഴിച്ചിരു സാർ. ആ ഒരു ടൈപ്പിലു എത്രമാ കൗൺസിലിംഗ് വന്നിട്ട് അങ്ങനെ പെയിൻ അങ്ങ് എന്തിരാക്കറാറോട് ചൊല്ലാറ്. அதுக்கு வேண்டிட்டு இப்ப ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾ എല്ലാം ഡിസ്കഷൻ ആക്കിയിട്ട് ഓരോ ടോപ്പിക് ബേസ് ആയിട്ട് ഞങ്ങൾ ഇതിനെ ഡിസ്കഷൻ ആക്കിയിട്ടുള്ളൂ. ഇത് റിയൽ, ഇതല്ല ഏതെങ്കിലും ബുക്ക് വായിച്ചിട്ട് അത് ഇത് ആ ഒരു ടൈപ്പിലുള്ളത് എന്തോ അല്ലത്. ഓക്കെ, അപ്പൊ ഇതില് പോയിന്റ് എന്ത് കൊണ്ടല്ലേ, പെഞ്ഞായി ബേജാറിലിരിക്കുന്ന ടൈമുള്ളൂ, പെഞ്ഞായി മനസ്സ് നൊമ്പളായിട്ടിരിക്കുന്ന ടൈമുള്ളൂ, അവളുടെ വിഷയത്തിൽ ഒന്നും മൈൻഡാക്കാണ്ട് ഒരു വാല്യൂം കൊടുക്കാണ്ട് ഓന്റെ പാടുകേ പോണ്ട് ആ ഒരു മാപ്പിള. അത് പെഞ്ഞായിട്ടിಗೆ പിരിസൊല്ലേ മാപ്പിളയുടെ ക്വാളിറ്റി അല്ലത്. അവിടെ ആക്ച്വലി ഈ മാപ്പിള ആളുക്ക് അവിടെ ಬೇನಾയത് ಎಂದರೆ ആ ഒരു ടൈമിലു ಅವನು ಬಿಹೇವ್ ಹಾಕೋಣ ರೀತಿ ಎಂದರೆ ഒരു നല്ല ഒരു പിരിസവില്ലേ ഒരു മാപ്പിളയുടെ ക്വാളിറ്റി ಎಂದರೆ അവിടെ ಅದರ ಒಟ್ಟಿಗೆ ಓಲ್ಡೊಟ್ಟಿಗೆ
ಎಂದರಡಿ ಅದಲ್ಲ ನಂಗೆಲ್ಲ ಒಂದು ಕೂಡಾ ನೀ ಅದಕ್ಕೊಂದು ಬೇಜಾರು ನಂಗೆಲ್ಲ ಉಳ್ಳಲ್ಲಿ നീ ಅದಕ್ಕೆಲ್ಲ ಟೆನ್ಷನ್ ആവണ്ട ಬಾಪರ ವಿಷಯത്തിലಲ್ಲ ಅದೆಲ್ಲ ನಾನು ಬ್ರದರ್ ಒಟ್ಟಿಗೆ ಅದು ಇದೆಲ್ಲ ನಾನು ಟಾಕ್ ಹಾಕ್ರೆ ನಾನೆಲ್ಲ ಟಾಕ್ ಹಾಕಿರೋದು ಹಾಕಿಟ್ಟಿದ್ದಂಗೆಲ್ಲ അങ്ങനെ ಟಾಕ್ ಹಾಕಿಟ್ಟಿದ್ದೆ ನಂಗೆ ಕೊಟ್ಟಿಗೆ ಒಂದು പോയിട്ട് കണ്ടിട്ടല്ല വരണക്ക് ഞങ്ങൾ ഉള്ള നിന്നൊട്ടിಗೆ ആ ഒരു ടൈപ്പിൽ ഒരു മാപ്പിലായവന്റെ ഭാഗത്തില് ഒരു പലക്ക കിട്ടുമ്പത്തു പൈസ കൊടുക്കണ്ട അല്ലെങ്കിൽ ഓന്റെ വേറെന്തെങ്കിലും സ്വത്തോ അത് ഇതെന്തെങ്കിലും കൊടുക്കണ്ട ആ ഒരു പലക്ക ഒരു പിഞ്ഞായിരെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് കിട്ടുന്ന ഒരു എനർജി അത് ചെറിയത്തെ എനർജി അല്ല അവൾക്ക് ആ ഒരു പലക്ക കിട്ടലോട് കൂടെ ചിലപ്പോ അവളുടെ ആ ഒരു സമാധാനം കിട്ടിയപ്പോ ചിലപ്പോ അതായത് മാപ്പിലായ ആളുടെ ഒന്ന് അഗ്ഗാക്കിട്ട് ചിലപ്പോ അവള് ബുൾപ്പെടുക ഇനി ബുൾപുട്ടെങ്കിൽ പോലും അവിടെ മാപ്പിലായവണു നീ ബുൾപ്പെടണ്ട നീ എന്തിനാ മക്കളെ വിലാക്കറി അതിന് വിലാക്കറി ഇതിനെ വിലാക്കറി ആ ഒരു വേർഡ് ഞങ്ങൾ അപ്പന്ന് ചൊല്ല പോണ്ട അവള് ബുൾപ്പെടുറെങ്കിൽ അവള് ബുൾപ്പെടട്ടെ ഞങ്ങൾ ഒന്നും ജസ്റ്റ് ഒന്ന് അവളുടെ മേലെ ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കാം ചിലപ്പോ ഒരു 5 മിനിറ്റ് അല്ല അവൾ ബുൾപ്പെടുവാ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് അല്ലാണ്ട് അവൾ പൊട്ടി ബുൾപ്പെടുക കാരണം അതെല്ലാം അവളുടെ ഫീലിംഗ് ആയിട്ട് ആ ബുൾപ്പിളി അല്ല അത് പോട്ട് അത് അവൾ പ്രകടന ആക്കട്ടെ അതോട് കൂടെ അവൾക്ക് നല്ലൊരു സമാധാനം കിട്ടും റൈറ്റ് അപ്പൊ ഈ ഒരു ടൈപ്പിലേക്ക് അവളുടെ മാനേജ് ആക്കാനായത് എന്നില്ലാണ്ട് എന്തിട്ടി മക്കളെ വിലാക്കറി അതാക്കറി ഇതാക്കറി ഒരു മൈൻഡ് ഇല്ലാത്ത പോലെ അവളുടെ ഒരു ആ പെയിന് ആ ഫീലിംഗ് ബലില്ലാത്ത പോലെ ആ ഒരു ടൈപ്പിലല്ല വേണായത് റൈറ്റ് ഈ ഒരു പോയിന്റും അർത്ഥാക്കിയറല്ലേ നാലാമത്തെ വിഷയത്തേക്ക് ഞാൻ കിടക്കാം നാലാമത്തത് ചൊന്നെങ്കിൽ ഇനി ഒരു പെഞ്ഞായവളു എന്തെങ്കിലും വിഷയ ഈ ആറൊട്ടിಗೆ മാപ്പിലൊട്ടിಗೆ ചൊന്നെങ്കിൽ അവനതിൽ ഒരു മൈൻഡ് ആക്കാണ്ടിക്കറെ ഇനി അതല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കോ ചൊന്നെങ്കിൽ അതിലപ്പന്ത് കൊടുക്കില്ലേ അതിലിങ്ങനെ നീട്ടിട്ട് ഇങ്ങനെ കൊണ്ടുപോണ്ടേ അതല്ലെങ്കിൽ ആ കേട്ടത് എന്തൊരു സാമാണ് അതിനെ കൊടുക്കാണ്ടിക്കറെ ഇതേറ്റിക്കറ് ആ ഒരു ക്വാളിറ്റി ഉള്ള മാപ്പിളമാർ ഇത് പെഞ്ഞായിമാരൊട്ടിಗೆ ഇഷ്ടമുള്ള ഒരു മാപ്പിളയുടെ ക്വാളിറ്റി അല്ലത് അവിടെ നിക്ക് അതായത് കൊടുക്കുക ആയില്ലെങ്കിൽ പോലും മാപ്പിളായാൾക്ക് കൊടുക്കുക ആയില്ലെങ്കിൽ പോലും അവൾ ആ ചൊല്ലതിന് ഒന്ന് മൈൻഡാക്കി അത് ഇപ്പൊ ഇന്നില്ലെങ്കിൽ നങ്ങ ബംഗാറ് എനിക്കിത് എടുത്ത് തണ്ടേ ഓക്കെ എന്റെ ഇപ്പത്തെ ഒരവസ്ഥ ആ ഒരു ഇതായത് കൊണ്ടിട്ടു നീ അതിൽ ബേജാറാക്കണ്ട ഒരു അവള് പിന്നെ റിപ്പീറ്റ് ആയിട്ട് പിന്നെ അവളൊന്ന് കേൾക്കു പോവാളാ എന്ത് അവൾക്ക് വേണമായിട്ട് നാളെ ആ ചൊന്നത് അയാളൊന്നും എന്റെ ഒന്ന് മൈൻഡാക്കി തല്ലേ ആ ഒരു ഇത് കിട്ടുമ്പോഴത്തേക്ക് ഓളുകോ അത് കിട്ടിയ പോലെയുള്ള ഫീലിംഗ് കിട്ടിയത് അതിലൊന്ന് മൈൻഡാക്കാണ്ട് അല്ലെങ്കിൽ ഇതിങ്ങനെ നീട്ടി ഇന്ന് വേണ്ടല്ലേ നാളെ അതിലിങ്ങനെ ഉണ്ട് നാളെ ആ ടൈപ്പിലാക്കിയിട്ട് കൊണ്ട് ഇത് ഏതെങ്കിലും മനസ്സിലാവൂ കറക്റ്റ് ഒന്ന് ചൊന്നിട്ട് കുട്ടികൾ അവിടെ തീർന്നില്ലേ അതൊരൊന്ന് മൈൻഡ് ആക്കിയെങ്കിൽ അവിടെ തീർന്നില്ലേ നീ കൊടുത്തില്ലെങ്കിലും ആവും അവൾക്ക് ആ കിട്ടിയ ഫീലിംഗ് അവൾക്ക് എന്താവും കിട്ടു എന്ത് അവള് ഞങ്ങൾക്ക് ആ ഒരു പഴക്ക ചൊല്ലലോട് കൂടെ ഞങ്ങൾ അവൾ അർത്ഥാക്കിയാണ് അവ ഇപ്പത്തെല്ലാം കഷ്ടത്തിൽ അത് ഇതിലെല്ലാം ഉണ്ടല്ലേ പിന്നെന്തായാലും എന്തായാലും ആക്കി തരും ചെന്നിട്ട് ആ ഒരു മനസ്സിൽ സമാധാനപ്പെടുക അല്ലേ ഇതിൽ കേക്കര പെഞ്ഞായി മാറുക കേക്കര പെണ്ണിക മാറുക ഇതെല്ലാം ഓരോന്ന് ചൊല്ലുമ്പോ ഇന്നും ഇന്നലെയും ആ ഒരു ടൈപ്പിലായ ഒരു റിയൽ പോലെ എനിക്ക് ഇത് ഫീൽ ആവും റൈറ്റ് ഓക്കെ അപ്പൊ ഈ ഒരു വിഷയം കൂടി ഞങ്ങൾ അർത്ഥാക്കാം ഇനി നാളത്തെ ലൈവിലും ഇനിയും ചില വിഷയങ്ങൾ നമുക്ക് ഡിസ്കഷൻ ആക്കാം നൈസ് ടു മീറ്റ് യു സി അഗൈൻ